ഞാനിപ്പോൾ റെഡിയായിട്ട് എവിടേക്കാണ് പോണേന്ന് വിചാരിക്കുന്നുണ്ടല്ലേ? വേറെ എവിടേക്കുമല്ല, ഒന്ന് ആലുവയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളെ ത്രെഡ് ചെയ്തിട്ട്, അപ്പോൾ ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കുർത്ത ബൈ ദ വേ കല്യാണി എന്ന് പറഞ്ഞ വ്ളോഗറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല രസമാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്, പിന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്. അപ്പം ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ്, ആലുവയിൽ നിന്ന്. വിച്ചുവേൻ്റെ വീട് തൃശ്ശൂരാണ്. ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പം ഇവിടെ ഫുൾ ടൈം മഴയാണല്ലോ, അപ്പോൾ ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് തോർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത മഴ വന്നേക്ക് മുമ്പ് പോയിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ദേ വേഗം പോയിട്ട് വരാൻ 2 വീലറാണ് എടുക്കുന്നത്. എന്നാലും പെട്ടെന്നൊരു മഴയൊക്കെ പെയ്ത് ഒരു കോട്ടൊക്കെ ഇടാനായിട്ട് എനിക്ക് നല്ല മടിയാണ്. അപ്പോൾ വിചാരിക്കും അയ്യോ എന്ന് 4 വീലർ മതിയായിരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ ദേ പാർലർ എത്തിയിട്ടോ. ഞാനിവിടെ ഇടയ്ക്ക് വരുന്നത് തന്നെയാണ്. അടിപൊളി സർവീസാണ് ഇവരുടെ. അപ്പോൾ ഈ ത്രെഡൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോകണം. പോകുന്ന വഴി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയിരുന്നു. വൈകിട്ട് ചായക്ക് എന്തെങ്കിലും കഴിക്കാൻ വല്ല മേടിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ കയറിയത്. അപ്പോൾ കുറച്ച് നുറുക്കും പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കണ്ടിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്തു. പിന്നെ കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് ബിക്കീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനെന്നെ കണ്ണുമൂക്കുള്ള ബിസ്ക്കറ്റ് എന്നാ പറയുക. പിന്നെ നേരെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ മേടിച്ച സാധനങ്ങൾക്ക് അമ്മേനെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ദേ TV വെച്ച് ചായയൊക്കെ കുടിച്ച് ചിപ്സൊക്കെ കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ ദേ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പുറത്ത് പോയി നേരത്താണ് അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ കപ്പയ്ക്ക് കോമ്പിനേഷനായിട്ട് ഒരു പപ്പടവും പിന്നെ ഗോതമ്പുകൊണ്ട് ഉണ്ടാക്കിയൊരു അപ്പമാണത്. ഗോതമ്പും ശർക്കരയൊക്കെ വെച്ചിട്ട്. പിന്നെ ആളുടെ ചായയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ ആ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ.